ഹരേ കൃഷ്ണ. ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് നമുക്ക് സ്വന്തമായി എങ്ങനെ ഭഗവാന് അല്ലെങ്കിൽ ഭഗവതിക്ക് വിളക്ക് കത്തിക്കാം. വിളക്ക് നമുക്ക് നമ്മുടെ കൈകൊണ്ടുണ്ടാക്കി എങ്ങനെ കത്തിക്കാമെന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം പനിനീരുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് ചേർക്കാം. ഒന്നും ചേർത്തില്ലെങ്കിലും വിഷയമില്ല. അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് സിന്ദൂരമാണ് ഇട്ടിരിക്കുന്നത്. അതിന് പകരം മഞ്ഞൾപ്പൊടി ചേർക്കാം, വേറെ എന്തെങ്കിലും കേസരി പൗഡർ വേണമെങ്കിൽ ചേർക്കാം. എന്താണോ നമുക്ക് അത് ചേർക്കാം, ഒരു കളർ കിട്ടുന്നതിനായിട്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് സിന്ദൂരമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് എണ്ണയും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് അത് നമുക്ക് ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് പോലെ നിങ്ങൾ ഒരു വിളക്കിൻ്റെ ആകൃതിയിലേക്ക് ആക്കിയെടുക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എത്ര തിരി ഇടാൻ പറ്റുന്ന രീതിയിൽ വേണം, അങ്ങനെ ചെയ്യാം. അതിലെന്തെങ്കിലും അലങ്കാരങ്ങൾ വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം, നമ്മുടെ ഇഷ്ടം. എന്തായാലും ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ. ഹരേ കൃഷ്ണ. അങ്ങനെ വിളക്ക് റെഡിയായി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കി വെച്ചൊരു വിളക്കാണ്. ഇതിൽ ചേർത്തിരിക്കുന്നത് ഗോതമ്പൊടിയുടെ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടിയാണ്, മറ്റേതിൽ സിന്ദൂരവും. ഇത് ഉണ്ടാക്കി വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പം തന്നെ നമുക്ക് വിളക്ക് കത്തിക്കാം. ഈ വിളക്ക് വെയിലത്ത് വെച്ച് ഉണക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മഞ്ഞൾപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ വിളക്ക് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അരമണിക്കൂറായി. മറ്റേ വിളക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കിയതേ ഉള്ളൂ, അപ്പോൾ തന്നെ കത്തിക്കുകയാണ്. അതിൽ ദോഷമൊന്നുമില്ല, അത് കെട്ടുപോകത്തൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കത്തിക്കാം. അതല്ലെങ്കിൽ പരമാവധി ഒരു അരമണിക്കൂർ, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളിത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, കത്തിക്കാം. ഇങ്ങനെ നമുക്ക് കുറച്ചും കൂടെ വലിയ വിളക്കുണ്ടാക്കാം. 5 തിരിയിട്ട് കത്തിക്കുന്ന രീതിയിലുള്ള വിളക്കുണ്ടാക്കാം. എങ്ങനെ വേണേലും നമ്മുടെ മനോധർമ്മം അനുസരിച്ച് വലിപ്പവും വലുതാക്കാം, ചെറുതാക്കാം, എങ്ങനെ
നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി ഈ വിധം കത്തിക്കാം. ഇത് വളരെ നല്ലതാണ്. നമ്മളുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു വിളക്ക് വിശേഷ ദിവസങ്ങളിൽ ഭഗവാനെ അല്ലെങ്കിൽ ദേവിക്കൊക്കെ കത്തിക്കുന്നത്, പ്രത്യേകിച്ച് ദീപാവലിയൊക്കെ വരുമ്പോൾ ഈ രീതിയിൽ കത്തിക്കുന്നത് വളരെ വിശേഷമാണ്. നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, ക്യാരറ്റിൻ്റെ കളർ ചേർക്കാം. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ പച്ചക്കറി അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുഴച്ചുണ്ടാക്കാം. അതല്ല, നമുക്ക് പെർമിറ്റഡ് ഫുഡ് കളർ ഉണ്ടല്ലോ, അത് മേടിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഇത് നമുക്ക് സിന്ദൂരവും മഞ്ഞളും മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഭഗവതിക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇതേ രീതിയിൽ വിളക്ക് കത്തിക്കുന്നത് വളരെ നല്ലതാണ്. ഹരേ കൃഷ്ണ.